ഹലോ. അപ്പോൾ ഇന്നൊരു എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി വെക്കണതിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ. കറി വെക്കിയ കാരണം കൊണ്ട് എന്താ പറയുക, ഒറ്റയ്ക്ക് സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും കേട്ടോ കറി വെക്കണത്. അപ്പോൾ ചിക്കൻ കറിയും പപ്പടവും ആയപ്പോൾ ഞാൻ വേഗം, എനിക്ക് വിശന്നിട്ട് വേഗം കഴിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം, അത് ഞാൻ ഒരു കമൻറ്റ്, ഈ ഫുഡിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം കണ്ട ഒരു കമൻറ്റിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. അതിനുള്ള റിപ്ലൈ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് വെച്ചത്. എനിക്ക് പണ്ട് ഈ പറഞ്ഞ പോലെ നോൺ വെജും ഒക്കെ ഞാൻ വെക്കും, പക്ഷേ ഓരോ സമയം ഓരോ പോലെ ആയിരിക്കും കേട്ടോ. എൻ്റെ മൈൻഡ് അനുസരിച്ചിരിക്കും എൻ്റെ ഫുഡിൻ്റെ രീതികൾ. അപ്പോൾ എനിക്ക് അന്ന് വെച്ച ചിക്കൻ കറിയും കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ എന്താ അറിയുമോ, ഞാൻ കുറേ ഇങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ പല രീതിയിൽ തോട്ട്സ് ഇങ്ങനെ മാറി വരുന്നതിനനുസരിച്ച് ചിലപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നണത് കുറച്ചും കൂടെ നമ്മുടെ മനസ്സിനൊരു എന്താ പറയുക സന്തോഷം ഉണ്ടാവണം. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ എൻ്റെ കുക്കിങ്ങൊന്നും അത്ര ശരിയാവാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഓക്കെ എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറേ പണി ഉണ്ടായിരുന്നു. വൈകുന്നേരത്ത് മുറ്റം കുറേ അടിച്ചു വരാനുണ്ടായിരുന്നു. പൂരം വരികയാണ്. അപ്പോൾ ഞാൻ അടിച്ചു വരുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ആദ്യക്കുട്ടൻ്റെ വക, ആദ്യക്കുട്ടൻ അവനെ നോക്കണം, അടിച്ചു വാരുക വേണം. അതൊരു നല്ലൊരു ടാസ്ക്കാണ്, എല്ലാ ദിവസവും ഉള്ള ടാസ്ക് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പോൾ അവൻ അവിടെ പോയിട്ട് ഞാനവിടെ കുറച്ച് പനിക്കൂർക്ക നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് കുറച്ചൊക്കെ കഴിക്കും. പനിക്കൂർ കഴിക്കണം എന്നല്ലാണ്, പക്ഷേ ഒരു പൊടി ഉണ്ടാവും, അത് ശ്രദ്ധിക്കേണ്ട, അവൻ തുടയ്ക്കാണ്ട് കഴിക്കും. അപ്പോൾ അവൻ അങ്ങോട്ട് പോകുമ്പോൾ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീൻ കേട്ടോ. അപ്പോൾ കുറച്ച് അധികം അടിച്ചു വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈവനിങ്ങിൽ എൻ്റെ അടിച്ചു വരൽ പരിപാടികൾ ഞാൻ വീഡിയോ ജസ്റ്റ് എടുത്താണ്. പിന്നെ അവിടെ അടിച്ചു വരി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മിക്ക ദിവസവും ഞാൻ ചെയ്യാറുണ്ട്. മിക്ക ദിവസം അടിച്ചു വരൽ ഇല കൊഴിയാൻ ആ മരത്തിലെ സകലമാന ഇലയും കൊഴിയൽ ഫുള്ള് കൊഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു നമ്മുടെ കണിക്കൊന്ന. അപ്പോൾ അതിൻ്റെ ഇല എല്ലാം കൊഴിയണ കാരണം ഡെയിലി ഇപ്പോൾ അടിച്ചു വരും. അപ്പോൾ അടിച്ച് വരേണ്ട എൻ്റെ കാലിൽ എന്തോ ഒരു ഉറുമ്പ് കടിക്കുകയോ എന്തോ തട്ടി ചെറുതായിട്ടൊരു വേദന. ഞാൻ നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും ആദ്യമോന് പിന്നെ ഉറക്കം വരാൻ തുടങ്ങി. പിന്നെ അവനെ കൊണ്ടുപോയി ഉറക്കി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചോറ് വയ്ക്കാനുള്ള സംഗതികളൊക്കെ അടുപ്പത്തൊക്കെ വെച്ചു. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ കുറച്ച് വൈകിപ്പോയി ചെടിക്കൊക്കെ വെള്ളമൊഴിക്കാൻ. ചെടിക്ക് വെള്ളമൊഴിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ചെടിയില്ല, പനിക്കൂർക്ക, പിന്നെ ഒരു മുളകിൻ്റെ തൈ ഉണ്ടായിരുന്നു. അപ്പോൾ അത്, തുളസി, കറ്റാർവാഴ, അത്യാവശ്യം വേണ്ട കുട്ടി ചെടികൾ ഞാൻ അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാം എന്ന് കരുതി. പിന്നെ തുണി കുറച്ച് പറക്കാണ്ടായിരുന്നു, തുണികൾ പുതപ്പൊക്കെ അതിൻ്റെ അത് സന്ധ്യയായി. അപ്പോഴാണ് ഞാൻ ഓർത്ത് അത് എടുത്ത് വെച്ചിട്ടില്ലല്ലോ. പിന്നെ അത് പൊടി തട്ടി ഉറുമ്പുണ്ടാവും ചിലപ്പോഴേ, സന്ധ്യയായി കഴിഞ്ഞാൽ ഉറുമ്പ് കയറും. അപ്പോൾ അതൊക്കെ പറക്കി ഒന്ന് മടക്കി വെക്കാമെന്ന് ഓർത്തു. അങ്ങനെ തുണി പറക്കൽ മഹാമഹം നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഓരോ ദിവസത്തെ ഫുൾ ഡേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, നേരത്തൊന്നും എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴേക്കും പേടിയാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് കുറച്ച് കാടാണ്. അപ്പോൾ പോയി വന്നപ്പോഴേക്കും എനിക്ക് ക്ഷീണമായിപ്പോയി. അപ്പോൾ അത്രയും അടിച്ചു പോയതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നോൺ വെജ് ഉള്ളപ്പം ഇടയ്ക്ക് ഇത്തിരി നോൺ എടുത്ത് കഴിക്കുക എന്നുള്ളത് എനിക്കൊരു ശീലമുണ്ട്. അപ്പം ഞാൻ 2 ചെറുള്ളിയും പിന്നെ 2 ചിക്കൻ പീസും കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ആ ക്ഷീണം മാറ്റാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനി ചിക്കൻ പീസ് കണ്ടിട്ട് ഓക്കെ, അങ്ങനെ എനിക്ക് ചിക്കൻ കഴിക്കാൻ പാടില്ല കേട്ടോ. അത് എന്നാലും സ്പെഷ്യലായിട്ട് വെക്കുമ്പോൾ ഞാനെടുത്ത് കഴിക്കും. അങ്ങനെ ക്ഷീണം നല്ല ടയേർഡായിരുന്നുകൊണ്ട് 2 പീസ് ചിക്കൻ പീസ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് വർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് എരിവിടുന്നതിന് കുറച്ച് പേടിയാണ്. ഞങ്ങളുടെ മുളക് പൊടി എന്ന് പറഞ്ഞാൽ കുറച്ചിട്ടാൽ മതി, നല്ല എരിവുള്ള ഞങ്ങളുടെ മോദിക്കാർ മുളക് പൊടി. അതുകൊണ്ട് കറിക്ക് കുറച്ച് കളർ കുറവായിരിക്കും, പക്ഷെ നല്ല എരിവുണ്ടാവും കേട്ടോ. അതാണ് പ്രത്യേകത. പിന്നെ നോൺ വെജ് കഴിക്കുമ്പം ചിക്കനും മീനൊക്കെ വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ളി കഴിക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് കൂടുതൽ സ്ട്രോങ് ആവുമെന്ന് തോന്നുന്നു. ഉള്ളി കഴിച്ചിട്ട് അതിൻ്റെ കൂടെ നോൺ വെജ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളതേ അമ്പലത്തിൻ്റെ അവിടെ പോയിരുന്നു. അപ്പോൾ ചിലർ വിചാരിക്കുകയും നോൺ വെജ് കഴിച്ച് അമ്പലത്തിൽ പോകുന്നത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ അമ്പലത്തിൽ നോൺ വെജ് കഴിച്ചാലും പൂരം ടൈമിൽ കയറാം കേട്ടോ. അത് അങ്ങനത്തെ ഇഷ്യൂസ് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം നോൺ വെജൊക്കെ കഴിച്ചിട്ട് അവിടെ പോയി, പൂരപ്പറമ്പാണല്ലോ, 21 ഡേയ്സിലുള്ള പൂരമാണ്. ഞാൻ പറഞ്ഞതിന് മുന്നേ ഇത് 5ാം വേലയുടെ ദിവസമാണ് കേട്ടോ. ഇന്ന് 5ാം വേലയാണ്. അപ്പോൾ അന്ന് പൂരപ്പറമ്പ് വരെ പോയി. അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമായി. അവനൊന്ന് ഫ്രീ ആയിട്ട് ഓടി നടക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. അവിടെ ചെന്നപ്പോൾ പൂരപ്പറമ്പിൽ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഒരേ ഓടിക്കളിയായിരുന്നു അതും അവിടെ.
അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം പൂരമൊക്കെ കണ്ടു. നല്ല അടിപൊളിയായി ചെണ്ടമേളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് പൂരത്തിൻ്റെ ആ ലൈറ്റൊക്കെ ഗേറ്റിലത്തെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കണതൊക്കെ കണ്ട് അങ്ങനെ മെല്ലെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. പോരണ വഴിക്ക് അവിടെയൊക്കെ ആ കൂട്ടുകാരൊക്കെ കണ്ട് സംസാരിച്ചു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കവാടത്തിൻ്റെ ലൈറ്റ് ആയോ ചോദിച്ചു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. കഴിഞ്ഞ പ്രാവശ്യം അതെ നമ്മൾക്ക് അതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ആ ഗേറ്റൊക്കെ കുറേ നേരം കണ്ട് നിന്നു. അതിനുശേഷം നമുക്ക് മെയിനായിട്ട് നമ്മൾ പൂരപ്പറമ്പിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ എല്ലാ പൂരത്തിനും കുപ്പികളൊക്കെ മേടിക്കാറുണ്ട്. ഇപ്രാവശ്യം പൂരത്തിന് ഇതിപ്പോൾ 5 വില ആയിട്ടുള്ളൂ. മെയിൻ പൂരത്തിന് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഈ ലൈറ്റ് കുറേ നേരം നോക്കുന്നുണ്ട്. പല ഷെയ്ഡ് കളർ ഇങ്ങനെ മാറി വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നേരം കവാടത്തിൽ എന്താ ചെയ്യേ അപ്പോൾ ഗ്രീൻ കളറ് പിന്നെ ഒരു ഒറ്റ കളറിൽ ബ്ലൂ ഫുള്ള് ബ്ലൂ പിന്നെ ഫുള്ള് കണ്ട അങ്ങനെ ഒറ്റ കളറിൽ ഡബിൾ കളറിലൊക്കെ ഇങ്ങനെ മാറി വരുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് സിംഗിൾ കളർ രസമല്ലേ റെഡ് ഇതിപ്പോൾ മൾട്ടി കളറാണ് തോന്നുന്നു. പിന്നെ അടിപൊളി ഇതൊരു ഒറ്റ കളർ 2 രീതിയിൽ 2 പിന്നെ ഏട്ടനും കുഞ്ഞാവയും ഒരു വെള്ളം വാങ്ങിച്ചു കുടിച്ചു. വെള്ളം എന്താ മറ്റേ ഇതുണ്ടല്ലോ സർബത്ത് വെള്ളം. സർബത്ത് എനിക്കത് ഇഷ്ടമല്ല. സർബത്ത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ മണം ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് പാനിപ്പൂരിയാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് പൂരപ്പറമ്പിൽ പോയാലും ഞാൻ പാനിപ്പൂരി കഴിക്കാറുണ്ട്. നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്ന് പാനിപ്പൂരി മേടിച്ചു. പാനിപ്പൂരി ഞാൻ കഴിക്കുമ്പോൾ കുറേ ആൾക്കാരുടെ മുഖത്തൊക്കെ നോക്കി കഴിക്കുന്നത് കാണാനുള്ളത് കൊണ്ടാണോ എനിക്കറിയില്ല. പക്ഷേ ആരെങ്കിലും മുഖത്ത് നോക്കുന്നത് എനിക്കൊരു വിഷയമല്ല. എന്നാലും ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം പാനിപ്പൂരിയൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ നല്ല രാത്രിയായി പോയപ്പോൾ പക്ഷെ അവിടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് പാനിപ്പൂരിയൊക്കെ കഴിച്ച് ആദ്യമൊരു കുഞ്ഞു പൊട്ട് അവനാ വെള്ളമില്ലാതെ ആ പൊട്ട് മാത്രം കൊടുത്തു. പിന്നെ ഏട്ടനും 1-2 കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പങ്കെന്ന്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. കാരണം വീട്ടിൽ നോൺ വെജ് ഉള്ള കാരണം കഴിച്ചിട്ടാണ് പോയത്. അത് കാരണം അവിടെ ചെന്ന് കൂടുതൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒരു പാനിപ്പൂരി വാങ്ങിച്ച് ഞങ്ങൾ 3 പേരോട് ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പം ഞാൻ ഏട്ടനോട് സത്യത്തിൽ പറയാൻ പോവാണ്, ഇപ്പം വേണമെങ്കിൽ കഴിച്ചോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് തീർക്കുന്നു. അത് വാലിങ്ങനെ അലിഞ്ഞു പോകുമ്പോൾ ഒരു എന്താ പറയുക വെറുതെ രസമല്ല. അതിപ്പോൾ ഒരു വലിയ ഭയങ്കര സംഭവമൊന്നുമല്ല കേട്ടോ പാനിപ്പൂരി. ഏട്ടൻ വേണമെങ്കിൽ കഴിച്ചോളൂ പറയാനിട്ട് ഞാൻ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതാണ് 5-ാം വേലയുടെ അന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ലവ് യു ഓൾ. ടാറ്റാ.